പിണറായിയുടെ വീട് റെയ്ഡ് ചെയ്ത ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPM പ്രവർത്തകർ 2 കാറുകൾ തകർത്തു. ഡ്രൈവർക്കും പോലീസുകാർക്കും പരിക്ക്. മുന്നൂറ് പേർക്കെതിരെ കേസ്, വധശ്രമം ഉൾപ്പെടെ ചുമത്തി 6 പേർ അറസ്റ്റിൽ. പ്രതികളെ CPM വിട്ടു നൽകിയത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തിയ ശേഷം. CMRL എക്സാലോജി കേസിൽ ED റെയ്ഡ് നീണ്ടത് 8 മണിക്കൂർ. പിണറായിയുടെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീട്ടിൽ മിന്നൽ പരിശോധന. മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിലും കൊച്ചി, ബംഗളൂരു CMRL ഓഫീസുകളിലുമടക്കം പരിശോധന. 10 ഇടങ്ങളിൽ. ശശിധരൻ കർത്തയുടെ വീട്ടിലും സ്ഥാപനങ്ങളിലും റെയ്ഡ്. പരിശോധനയിൽ നിക്ഷേപങ്ങളും FD രേഖകളും കണ്ടെത്തിയെന്ന് ED. റെയ്ഡിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ്. തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ട എന്ന് പിണറായി വിജയൻ. പരിശോധന രാഹുൽ ഗാന്ധിക്ക് മനസ്സംതൃപ്തി നൽകും. ചിലർക്കെല്ലാം വലിയ മനസ്സംതൃപ്തി നൽകുമെന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ. പിണറായിയെ പ്രതിരോധിക്കാൻ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി CPM. ഹീനമായ ആക്രമണമെന്ന MA ബേബിയും MV ഗോവിന്ദനും. സംഘപരിവാറിന് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് മുഹമ്മദ് റിയാസ്. UDF BJP ഡീലാരോപണം തള്ളി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. റെയ്ഡുമായി മുഖ്യമന്ത്രിയുടെ ഡൽഹി യാത്രയ്ക്ക് ബന്ധമില്ല എന്ന് രമേശ്. ED കേരള പോലീസിന്റെ സഹായം തേടിയിട്ടില്ല എന്നും ആഭ്യന്തരമന്ത്രി. റെയ്ഡിന് പിന്നിൽ ഹൈക്കോടതി ഇടപെടലെന്ന് ഷോൺ ജോർജ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം കാണാതായി. അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയ വിലപിടിപ്പുള്ള വസ്തുക്കൾ തിരിച്ചെത്തിച്ചിട്ടില്ലെന്ന് IB റിപ്പോർട്ട്. സ്വർണവും വജ്രവും ഇടയ്ക്കിടെ കാണാതാകുന്നു. രാജകുടുംബ ബന്ധമുള്ളവർ ക്ഷേത്ര സുരക്ഷയ്ക്ക് തടസ്സമെന്നും ഇന്റലിജൻസ്. വാർത്ത അടിസ്ഥാനരഹിതമെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ. SIR ശരിവെച്ച് സുപ്രീം കോടതി. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയാൽ പൗരത്വം നഷ്ടമാകില്ല. SIR കൃത്യമായ വോട്ടർ പട്ടികയ്ക്കുള്ള സമഗ്ര ചുവടുവെപ്പെന്ന് കോടതി. പശ്ചിമേഷ്യയിൽ സ്ഥിതി അതിരൂക്ഷം. അമേരിക്കൻ ആക്രമണത്തിന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ. പ്രത്യേക ക്യാബിനറ്റ് യോഗം വിളിച്ച് ട്രംപ്. ലബനനിലേക്ക് ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ. വ്യോമാക്രമണത്തിൽ 31 പേർ കൊല്ലപ്പെട്ടു. ഹമാസിന്റെ പുതിയ തലവനെയും വധിച്ച ഇസ്രായേൽ. കൊല്ലപ്പെട്ടത് ഒരാഴ്ച മുൻപ് ചുമതലയേറ്റ മുഹമ്മദ് ഔദ. ഓപ്പറേഷൻ നടപ്പിലാക്കിയത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം.